ശ്രീകൃഷ്ണ. ആരായിരുന്നു ശ്രീകൃഷ്ണൻ? ഇത് എഴുതിയത് ആരാണെന്നറിയില്ല. എഴുതിയ വ്യക്തിക്ക് മനസ്സിൽ നിന്ന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് പറയട്ടെ. കൃഷ്ണനെ നമുക്കെല്ലാം അറിയാം. എന്നാൽ കൃഷ്ണനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് കൃഷ്ണന്റെ ശൈശവത്തിലും കാമുക ഭാവത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലേ? വാസ്തവത്തിൽ ആരാണ് കൃഷ്ണൻ? ചരിത്രപുരുഷനായ കൃഷ്ണനെ പൂർണ്ണമായി മനസ്സിലാക്കിയവർ കുറവാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ കൃഷ്ണനെ മനസ്സിലാക്കിയവർ കുറഞ്ഞു പോയത് കൊണ്ടാവാം ഒരു കാലത്ത് ഭാരതം അധപതിപ്പിച്ചു പോയതും. കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ 2 പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും: ഭാഗവതവും മഹാഭാരതവും. ഭാഗവതത്തിൽ കൃഷ്ണന്റെ കുട്ടിക്കാലവും കുടുംബജീവിതവും അതിഭാവുകത്വത്തോടെ വിവരിക്കുമ്പോൾ ചരിത്രപുരുഷനായ സാമൂഹ്യ നായകനായ കൃഷ്ണനെ അറിയുവാൻ സഹായകമായിട്ടുള്ളത് ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതം തന്നെയാണ്. ഭാഗവതത്തിൽ ചെറുപ്പം മുതൽ ആടിയ ലീലകളെ പൗരാണിക ആഖ്യാനത്തിന്റെ അതിഭാവുകത്വ രീതികളായി കരുതിയാൽ പോലും കൃഷ്ണന്റെ അസാമാന്യമായ ധീരോദാത്തത അവയിൽ പ്രകടമാണ്. മഹാഭാരതത്തിൽ ചരിത്രപുരുഷനായ കൃഷ്ണന്റെ പ്രവേശനം ദ്രൗപദി സ്വയംവരത്തിൽ വെച്ചാണ് നടക്കുന്നത്. വെറുമൊരു കാഴ്ചക്കാരനായി ദ്രൗപദി സ്വയംവരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷ്ണൻ അവിടെ എത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ പാണ്ഡവരെ തിരിച്ചറിഞ്ഞ കൃഷ്ണൻ അവരെ ബലരാമന് കാണിച്ചു കൊടുക്കുന്നു. പാണ്ഡവരെ മനസ്സിലാക്കിയ കൃഷ്ണന്റെ നിരീക്ഷണ പാടവത്തെ തീക്കട്ടയെ ഒളിപ്പിക്കുന്നതെങ്ങനെയെന്ന കൃഷ്ണന്റെ തന്നെ ചോദ്യത്തിന്റെ അക്കമ്പടിയോടെ വ്യാസൻ മനോഹരമായി വരച്ചു കാട്ടുന്നു. വെള്ളവും വളക്കൂറുമില്ലാത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കാട്ടുപ്രദേശം ധൃതരാഷ്ട്രർ രാജ്യസ്ഥാപനത്തിനായി പാണ്ഡവർക്ക് നൽകുന്നു. ഗാണ്ഡവവനം ഇവിടെയും കഥാഖ്യാനത്തിലെ അതിഭാവുകത്വം ഒഴിവാക്കിയെടുത്താൽ മയന്റെ സഹായത്തോടുകൂടി ശേഷം ഉയർന്നുവന്ന ഇന്ദ്രപ്രസ്ഥം പാണ്ഡവരുടെ അധ്വാനശീലത്തിന് ഉദാഹരണമാണ്. ഈ സന്നിഗ്ധ ഘട്ടത്തിലും പാണ്ഡവർക്ക് തുണയാകുന്നത് കൃഷ്ണനാണ്. വനവാസ സമയത്ത് പാണ്ഡവരെ കാണുവാനെത്തുന്ന കൃഷ്ണൻ ദുര്യോധനെതിരെ പട നയിക്കട്ടെ എന്ന സാത്വികയുടെ ചോദ്യത്തിന് കൊടുത്ത വാക്ക് പാലിക്കാതെ ഔദാര്യം സ്വീകരിക്കുവാൻ യുധിഷ്ഠിരൻ ഒരു യാചകനല്ല, ക്ഷത്രിയനാണ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെടുത്ത പോലെ കൃഷ്ണൻ പറയുന്നുണ്ട്. വനവാസത്തിന് ശേഷം നടത്തിയ 2 ദൂതും പരാജയപ്പെട്ടതിനു ശേഷം യുദ്ധം കൂടിയേ തീരൂ എന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുന്ന ദുര്യോധനന്റെയും ധൃതരാഷ്ട്രരുടെയും അരികിലേക്ക് പോകുന്ന കൃഷ്ണനെ കുറുക്കന്മാരുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന സിംഹമായിട്ടാണ് വ്യാസൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുധിഷ്ഠിരൻ മുതൽ വിതുരർ വരെ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ശത്രുപാളയത്തിൽ ഏകനായി ദൂതന് പോയ കൃഷ്ണന്റെ സ്ഥൈര്യവും ധൈര്യവും ഇവിടെ വ്യക്തമാണ്. ദുര്യോധനന്റെ സൽക്കാരം 2 കാരണം പറഞ്ഞാണ് കൃഷ്ണൻ നിഷേധിക്കുന്നത്. മറ്റൊരാളുടെ ഭക്ഷണം സ്വീകരിക്കുന്നതിന് 2 നിബന്ധനകളുണ്ട്. ഒന്നുകിൽ അതിഥിക്ക് അടക്കാനാവാത്ത വിശപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിഥേയന് അതിഥിയിൽ അങ്ങേയറ്റം പ്രേമമുണ്ടായിരിക്കണം. ഇത് 2ഉം നിങ്ങൾക്കില്ല എന്നെനിക്ക് നന്നായി അറിയാം. പിന്നെ ഞാൻ എന്തിന് നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കണം? ഞാൻ വന്നത് ഒരു ജോലിയുമായാണ്. നിങ്ങളുമായി എനിക്ക് ഔദ്യോഗിക ബന്ധം മാത്രമേയുള്ളൂ. ഇതിനുശേഷം കൃഷ്ണൻ വിതുരന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ തനിക്കായി പ്രേമത്തോടെ ഒരുക്കിവെച്ച ഭക്ഷണം അത് പഴത്തൊലി പോലായാലും സ്വീകരിക്കുകയും ചെയ്യുന്നു. ധർമാധർമ്മ വിവേചനബോധം ഇവിടെ കാണാവുന്നതാണ്. സമാധാനത്തിനുള്ള അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ട ശേഷം ദുര്യോധനന്റെ പിടിവാശിയുടെ പുറത്ത് യുദ്ധം തീരുമാനിക്കുന്നു. ദൂതുമായി വന്ന കൃഷ്ണനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനുള്ള ദുര്യോധനന്റെ തീരുമാനത്തെ എതിർക്കുന്നത് അമ്മയായ ഗാന്ധാരിയാണ്. താനൊറ്റയ്ക്കാണ് എന്ന ധൈര്യത്തിൽ ബന്ധിക്കാൻ ഒരുമ്പെടേണ്ട എന്ന് പറഞ്ഞ് വിശ്വരൂപം കാണിക്കുന്ന കൃഷ്ണന്റെ പ്രഭാവലയ ശക്തിയിൽ കണ്ണിന്റെ കാഴ്ച നശിച്ചു പോകാതെ വിശ്വരൂപം കാണുന്നത് ദ്രോണനും സഞ്ജയനും ഭീഷ്മനും വിദുരനും മാത്രമായിരുന്നു. കാണാൻ കഴിയണമേ എന്ന് ആഗ്രഹിച്ചതിനാൽ ധൃതരാഷ്ട്രനും കണ്ടു എന്ന് മഹാഭാരതം. ദുര്യോധനോട് വിധിയെ തടുക്കാനാകില്ല എന്ന് ഓർമ്മിപ്പിച്ച ശേഷം കൃഷ്ണൻ മടങ്ങുന്നു. യുദ്ധത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ദ്വാരകയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരേ സമയത്ത് എത്തിച്ചേരുന്നത് 2 പേരാണ്: അർജുനനും ദുര്യോധനനും. അതുവരെ നിഷ്പക്ഷനായിരുന്ന ധർമ്മപക്ഷത്തായിരുന്ന കൃഷ്ണൻ തന്റെ നാരായണീ സേനയെ ദുര്യോധനന് നൽകിയതോടെ കൃത്യമായി പാണ്ഡവ പക്ഷത്തേക്ക് ചായുന്നു. സഹായം ലഭിച്ച 2 പേരും പൂർണ്ണ തൃപ്തരായിരുന്നു. കൃഷ്ണൻ ഒരാളെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനെന്ന ധാരണയോടെ സേനയുടെ ബലത്തിൽ വിജയമുറപ്പിച്ച ദുര്യോധനൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. എളുപ്പത്തിൽ ഒരു സർവ്വസൈന്യാധിപൻ ആകാമായിരുന്ന കൃഷ്ണൻ സ്വയം ഏറ്റെടുക്കുന്ന ജോലി ഒരു സാരഥിയുടേതാണ്. കൃഷ്ണന്റെ എളിമയ്ക്കും അഹങ്കാരമില്ലായ്മയ്ക്കും മറ്റൊരു തെളിവ് വേണമെന്ന് തോന്നുന്നില്ല. യുദ്ധത്തിന്റെ ജയപരാജയങ്ങൾ അർജുനന്റെ മനസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് കൃഷ്ണൻ അർജുനന്റെ തന്നെ സാരഥിയായതും.
ഗീതോപദേശം കേട്ടുകഴിഞ്ഞും ഭീഷ്മരെ വധിക്കുവാനാവാതെ കൈവിറച്ചു കുഴങ്ങുന്ന അർജുനനെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രഥചക്രമെടുത്ത് ഭീഷ്മരുടെ നേർക്ക് നിലത്തുള്ള പൊടി പാറിച്ചുകൊണ്ട് അലറിയെടുക്കുന്ന കൃഷ്ണന്റെയും അതു തടുക്കുന്ന അർജുനന്റെയും കൃഷ്ണ സുസ്വാഗതമെന്ന് കൈകൾ വിരിച്ചു സ്വീകരിക്കുന്ന ഭീഷ്മരുടെയും വാഗ്മയ ചിത്രം കൺമുന്നിൽ കണ്ട അനുവാചകൻ വ്യാസഗുരുവിനെ 1000 വട്ടം മനസ്സാ പ്രണമിച്ചു പോകും. മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ സന്ദർഭം. തുടർന്ന് വയോവൃദ്ധനായ ഗംഗാദത്തനോട് എതിരിടുന്ന അർജുനനെതിരെ വന്ന ഒരസ്ത്രത്തെ കൃഷ്ണൻ തന്നിലേക്ക് ആവാഹിക്കുന്നു. യുദ്ധം ചെയ്യാതിരിക്കുന്ന കൃഷ്ണൻ എന്തിനാണ് അനാവശ്യമായി ഇമാതിരി ഓരോന്ന് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് കൃഷ്ണന്റെ മറുപടി അത് വൈഷ്ണവാസ്ത്രമാണ് എന്നതായിരുന്നു. തുടർന്ന് വാരണവീരൻ തലയേറ്റു വില്ലറ്റു, വീരൻ ഭഗദത്തൻ തൻ ശിരസറ്റു, 4ാമതാനതൻ വാലുമരിഞ്ഞിട്ടു, കോലാഹലത്തോടെ പോയിതു ബാണവും. ശേഷം അഭിമന്യുവധത്തോടെ ധർമ്മലംഘനം തുടങ്ങിവെച്ച വാക്ലംഘനങ്ങൾ തുടർച്ചയായി നടത്തുന്നവരുടെ ഇടയിൽ ഒട്ടും ധർമാവബോധമില്ലാത്തവരുടെ മുന്നിൽ ഒരു ധർമ്മയുദ്ധം സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയായി തീരുമെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് കുടില തന്ത്രങ്ങൾ പ്രയോഗിച്ച് തുടങ്ങിയവന്മാരെ ജയിക്കുവാൻ കുടില മാർഗങ്ങൾ തന്നെ കൃഷ്ണൻ ഉപദേശിക്കുന്നു. ഓരോരുത്തരും അവരവർ അർഹിക്കുന്ന സമരമുറകളിലൂടെ കൃഷ്ണന്റെ സഹായത്തോടെ വധിക്കപ്പെടുന്നു. ഇവിടെയാണ് കൃഷ്ണനെ അറിയുവാൻ ഭാരതം മറന്നത്. ധർമ്മം അതർഹിക്കുന്നവരോടെ ആകാവൂ എന്നതാണ് കൃഷ്ണനോദിയ ഒരു പാഠം. ഇല്ലെങ്കിൽ അത് സ്വയം നാശത്തിന് വഴിവെക്കുന്നതായിരിക്കും. നിലനിൽപ്പിന് ആവശ്യമെങ്കിൽ എതിർഭാഗത്ത് ധാർമ്മിക ബോധം ഇല്ലാത്തവരാണെങ്കിൽ ധർമ്മത്തിൽ അടിയുറച്ച നിലനിൽപ്പ് നമ്മെ നശിപ്പിക്കുകയേ ഉള്ളൂ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പിൽക്കാലത്ത് ഭാരതത്തിനുണ്ടായ പതനം തന്നെയാണ്. അപരിഷ്കൃതരായവരെ തുടർന്ന് നമ്മെ നശിപ്പിക്കാനെത്തിയത് തികച്ചും പരിഷ്കൃതരായ ജനതയാണ്. ഇവർക്ക് 2 പേർക്കും ഒരു സാമ്യമുണ്ടായിരുന്നു. ധാർമ്മിക ബോധമില്ലാത്ത കൂട്ടങ്ങളായിരുന്നു അധിനിവേശക്കാരിൽ ഭൂരിഭാഗവും. അത്തരക്കാരുടെ ഇടയിൽ ധാർമ്മിക ബോധമുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പ് തികച്ചും ദുർബലമായിരിക്കും. ഭാരതം അധപ്പതിക്കാൻ ഇടയായത് കൃഷ്ണനെ മറന്നുപോയത് കൊണ്ടായിരിക്കണം. യുദ്ധം കഴിഞ്ഞ ശേഷം യുദ്ധഭൂമിയിലെ ഭീകരമായ കാഴ്ചകൾ കണ്ട് മനം നൊന്ത ഗാന്ധാരി നല്ല മരതക കല്ലിനോടൊത്ത കല്യാണരൂപന്മാരെ കൊല്ലിക്കുന്നതിൽ രസം കണ്ടെത്തിയവനാണ് നീ എന്നുറക്കെ കേണുകൊണ്ട് നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തല്ലി മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ വാസുദേവൻ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, അവരെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ കാലനിയമമനുസരിച്ച് അവരുടെ നാശം സുനിശ്ചിതവുമാകേണ്ടതാണ്. സ്വയം നശിക്കുവാനുള്ള ശാപം അവർക്ക് ഏൽക്കിയതിന് നന്ദി. സ്വന്തമെന്ന ഭാവം അവശേഷമില്ലാതെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും പൂർണ്ണമായി ചെറുപുഞ്ചിരിയോടെ സ്വീകരിച്ച ഒരേ ഒരാൾ മാത്രമേ ഇതിഹാസത്തിൽ കാണുകയുള്ളൂ. അത് കൃഷ്ണനാണ്. അശ്വമേധത്തിൽ യുധിഷ്ഠിരന് വേണ്ട സഹായങ്ങൾ ഒരുക്കിക്കൊടുത്ത ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നു. തുടർന്ന് യാദവ വംശത്തിലെ അന്തഛിദ്രങ്ങൾക്കുള്ള സമയമായെന്ന് തിരിച്ചറിഞ്ഞ കൃഷ്ണൻ ഗാന്ധാരിയുടെ വാക്കുകൾ സത്യമായി തീരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ തീർത്ഥയാത്രയ്ക്കൊരുങ്ങുന്നു. പ്രഭാസ തീർത്ഥത്തിനടുത്ത് വെച്ച് മദ്യപിച്ച് തമ്മിൽ തല്ലാനൊടുങ്ങുന്ന തന്റെ കുലത്തെ ശാന്തനായി നോക്കിക്കണ്ട ശേഷം ഉദ്ധവരോടൊത്ത് ബലരാമന്റെ യോഗസമാധിയും കണ്ടതിനു ശേഷം ഉദ്ധവരെ അർജുനന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. യോഗീഭാവം പൂണ്ട കൃഷ്ണന്റെ പാദത്തിൽ ജരയെന്ന വേടൻ വിശാസ്ത്രമയക്കുന്നു. പൂർണ്ണമായ അവബോധത്തോടെ പുഞ്ചിരിയോടെ കൃഷ്ണൻ ദേഹം ഉപേക്ഷിക്കുന്നു. ശ്രീകൃഷ്ണനെക്കുറിച്ച് പൊതുവെയുള്ള സങ്കല്പം സർവ്വസുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിതം ആസ്വദിച്ചവനാണെന്നാണ്. എന്നാൽ കൃഷ്ണന്റെ ജീവിതം മുഴുവനും പ്രതിസന്ധികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. തന്റെ ജീവിതത്തെ കൃഷ്ണൻ സ്വീകരിച്ച രീതിയാണ് അതങ്ങേയറ്റം ആസ്വാദ്യമെന്ന് നമുക്ക് തോന്നാൻ ഇടയാക്കിയത്. കൃഷ്ണൻ ഒരിക്കലും സുഖത്തിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്നവനല്ല. തന്റെ കുലം തമ്മിൽ തല്ലി നശിക്കുന്നത് ഭാവഭേദമില്ലാതെ നോക്കി നിന്നവനാണ് കൃഷ്ണൻ. എന്തെല്ലാം വിപത്തുകൾ വന്നു ചേർന്നാലും വിലപിക്കാതെ അവയെ സധൈര്യം നേരിട്ടവനായിരുന്നു കൃഷ്ണൻ. ഇക്കാരണങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണനെ ഭാരതീയർ പൂർണ്ണാവതാര വരിഷ്ഠനെന്ന് വിളിക്കുന്നു. ഓരോ നിമിഷവും പൂർണ്ണമായ അവബോധത്തോടെ ജീവിച്ചു തീർത്ത ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ എണ്ണിയിരിക്കാത്ത മോക്ഷത്തെ നിമിഷം തോറും അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് അപ്രാപ്യമായ ജീവിതം നയിച്ചവനെ മറ്റെന്ത് വിളിക്കാൻ? ഇനിയും ചോദ്യം ബാക്കിയാണ്. ആരായിരുന്നു കൃഷ്ണൻ? അച്ചടക്കമില്ലാത്ത വികൃതിയായ ഒരു കൊച്ചുകുട്ടി, സർവചരാചരങ്ങളെയും മുരളീവായനയിൽ മയക്കിയ സംഗീത വിദ്വാൻ, മനോഹരമായതും പ്രീതിയുളവാക്കുന്നതുമായ നൃത്തം ചെയ്ത സുന്ദരനായ നർത്തകൻ, അപ്രതിരോധമാം വണ്ണം കാമുകിമാരെ തന്നിലേക്ക് ആകർഷിച്ച കാമുക മനസ്സുള്ളവൻ, സഭയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ മാനം
ഭയക്കാത്തവൻ, വീരനും ധീരനുമായ പോരാളി, യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിയ ഭീരു, ശാന്തിദൂതൻ, ഋഷി, മോഷ്ടാവ്, അനിവാര്യമായ യുദ്ധത്തിൽ പ്രതിജ്ഞ പോലും ലംഘിച്ച് ആയുധമെടുക്കാൻ തുനിഞ്ഞവൻ, തന്റെ സുഹൃത്തിന്റെ അപാരമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശി അവനെ യുദ്ധത്തിന് പര്യാപ്തനാക്കിയവൻ, യാഗങ്ങളെയും യജ്ഞങ്ങളെയും യഥാവിധി അനുഷ്ഠിക്കുകയും എന്നാൽ ജീവിതം അവയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞവൻ, തന്റെ സേനയെപ്പോലും അപരന് ദയാരഹിതമെന്ന് തോന്നും വിധം ഉപേക്ഷിച്ചവൻ, വിവേകശാലിയും കൗശലക്കാരനായ നയതന്ത്രജ്ഞൻ, അധികാരത്തെ സ്വീകരിക്കുവാനും അതേസമയം പുല്ലുപോലെ വലിച്ചെറിയുവാനും മടിയില്ലാത്തവൻ, സംഭാഷണങ്ങളിൽ അങ്ങേയറ്റം മാന്യത പുലർത്തി സംസാരിക്കുന്ന കുലീനൻ, യോഗസപര്യയുടെ മറുകര കണ്ടവൻ, ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യവുമായും ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നവൻ, ജീവിതത്തെ അതിന്റെ പരിപൂർണമായ വർണ്ണവൈവിധ്യങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവൻ, പ്രകൃതിയോടിണങ്ങി ജീവിച്ചവൻ. യഥാർത്ഥത്തിൽ ആരായിരുന്നു കൃഷ്ണൻ? ഇതൊന്നുമായിരുന്നില്ലേ? അതോ ഇതെല്ലാമായിരുന്നോ? കൃഷ്ണനെ കേവലം വാക്കുകളിൽ ഒതുക്കാനാകുമോ? കൃഷ്ണനെ പൂർണ്ണമായി അറിഞ്ഞവർ ആരുണ്ട്? അറിഞ്ഞവരുണ്ടെങ്കിൽ അവരെപ്പോലെ ഭാഗ്യവന്മാർ മറ്റാരുണ്ട്? പലരും കൃഷ്ണനെ കണ്ടത് പല വിധത്തിലാണ്. ചിലർക്ക് കൃഷ്ണൻ എന്നും ഒരു ചെറുബാലകനാണ്, ചിലർക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ്, ചിലർക്ക് ഗുരുവാണ്, ചിലർക്ക് യോഗേശ്വരനാണ്. ഈ വേഷങ്ങളിലെല്ലാം കൃഷ്ണനെ മാത്രമേ കാണാൻ കഴിയൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൃഷ്ണൻ സകല രുചിഭേദങ്ങളെയും ഉൾക്കൊള്ളുന്നവരാണ്. ഓരോരുത്തരും അവരവരുടെ മനോധർമ്മമനുസരിച്ച് ഇതാണ് കൃഷ്ണൻ എന്ന് പറയുന്നു. കൃഷ്ണൻ പ്രവചനാതീതനാണ്, ദേശത്തിനും കാലത്തിനും അതീതനാണ്, ധർമ്മക്ഷയമുണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും അവതരിക്കുന്നവരാണ്. കൃഷ്ണൻ അങ്ങനെ എന്തെല്ലാമായിരുന്നു, ആരെല്ലാമായിരുന്നു അറിയില്ല, ഒരിക്കലും അറിയാനും സാധിക്കില്ല. അതേ, കൃഷ്ണനെ പൂർണ്ണമായും അറിയാൻ സാധിക്കില്ല. ലോകം കൃഷ്ണനെ ഭാഗികമായേ അറിഞ്ഞിട്ടുള്ളൂ. കൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു. കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുപ്പ് എന്നാണല്ലോ. എന്നാൽ നമ്മുടെ വീക്ഷണ പരിധിയിൽ ഒതുങ്ങാത്തതിന് അപരിമേയമായ ായതെന്തിനും നീല നിറമാണത്രേ. സമുദ്രവും ആകാശവും എല്ലാം നീലയാണ്. കൃഷ്ണനെ നീല നിറത്തിൽ ആലേഖനം ചെയ്യുവാനും കാരണം ഇതായിരിക്കണം. കൃഷ്ണൻ അപരിമേയനാണ്, നമ്മുടെയൊക്കെ വീക്ഷണ പരിധികൾക്കപ്പുറത്തുള്ളവനാണ്. നമുക്കിനിയും ഏറെ ശ്രീകൃഷ്ണനിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതുണ്ട്, കൃഷ്ണനിലേക്ക് വളരേണ്ടതുണ്ട്. ജീവിതം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ പരാതികളില്ലാതെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് കൃഷ്ണാവബോധം. കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും കൃഷ്ണാവബോധമുള്ളവരായി തീരട്ടെ. ഹരേ കൃഷ്ണ. വീണ്ടും പറയുന്നു, എഴുതിയത് ആരാണെന്നറിയില്ല. അദ്ദേഹത്തിന് മനസ്സിൽ നിന്ന് നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ.